ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലുമായി ബന്ധപ്പെട്ട് വളരെ ആഹ്ലാദപൂർവ്വം ആവേശപൂർവ്വം ആളുകൾ മുദ്രാവാക്യം വിളിച്ചും വെടിപൊട്ടിച്ചും കേക്ക് മുറിച്ചും ഒക്കെ ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പൊതുവിൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ അമെൻമെൻറ്റോടു കൂടിയാണ് ഈ ഏതെങ്കിലും ട്രൈബ്യൂണലുകളുടെ, പ്രത്യേകിച്ച് വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി ഹൈക്കോടതി ചോദ്യം ചെയ്യാൻ അവസരം വന്നത്. ഇതുവരെ വഖഫ് ട്രൈബ്യൂണൽ വിധിക്കുന്ന വിധി അതാണ് അന്തിമ വിധി, പിന്നെ കോടതിയിൽ പോകാൻ പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്തിനാണ് അങ്ങനെ ബാക്കി എല്ലാവരുടെയും വിഷയത്തിൽ കോടതിക്ക് അധികാരവും വഖഫ് ട്രിബ്യൂണലിന് സവിശേഷമായ പ്രത്യേക അധികാരവും ഒക്കെ നൽകുന്നത് എന്തിനാണെന്നാണ് കുറേ പാവങ്ങളായ ആളുകളെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രചരിപ്പിച്ച് കാർഡുകളാക്കി ചർച്ച ചെയ്ത് പറയുന്ന പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത്തരമൊരു വാദത്തിൻ്റെ സത്യം എന്താണെന്ന് പൊതുസമൂഹം അറിയണം. ഇന്ത്യയിലെ ഏത് ട്രൈബ്യൂണലുകൾ എന്ത് വിധി പ്രസ്താവന നടത്തിയാലും അത് റിവ്യൂ ചെയ്യാനുള്ള അധികാരം, ആ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം കേരള ഹൈക്കോടതിക്കുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായി 1995 ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മലയാളികളായ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെടുന്ന മനുഷ്യർ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എൽ ചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിൽ കേസ് നമ്പർ 261 1997 സുപ്രീം കോർട്ട് കേസസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു വിധിന്യായത്തിൽ വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മലയാളിയായ ജസ്റ്റിസ് KT തോമസ് അടക്കമുള്ളവരുടെ ബെഞ്ച്, അതായത് ചീഫ് ജസ്റ്റിസ് AM അഹമ്മദി, MM പുഞ്ചി, K രാമസ്വാമി, SP ബറൂച്ച, S സഹീർ അഹമ്മദ്, K വെങ്കടസ്വാമി എന്നീ ബഹുമാന്യരായ ജഡ്ജിമാരുൾപ്പെടെ KT തോമസ് ഉൾപ്പെടെ 7 അംഗ ഭരണഘടനാ ബെഞ്ച് വളരെ വസ്തുനിഷ്ഠമായി ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചതാണ്. അതിൻ്റെ അപ്പീൽ അതോറിറ്റിയായി പോയത് ചന്ദ്രകുമാറാണ് ഈ സുപ്രീം കോടതിയിൽ. അതിൽ അവരുടെ വിധിയുടെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്: കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ബേസിക് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ held is a basic and essential feature of the Constitution. Hence, jurisdiction conferred on High Courts under Arts 226-227 and on the Supreme Court under 32 held is a part of basic structure of Constitution, that is concept of judicial review in India, its need, origin and nature, its place, significance in our constitutional scheme, components of our judicial review, need for securing independence of the judiciary for effective exercise of the power of judicial review compared with powerful judicial review under US Constitution എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായി ആ വിധിന്യായം കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിൻ്റെ വസ്തുതാപരമായ വിശകലനങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഏതാണ്ട് 68 പേജോളം വരുന്ന വിധി പകർപ്പ് വളരെ കൃത്യമായി പറയുന്നത്, ഇൻ ദ വ്യൂ ഓഫ് റീസണിംഗ് അഡോപ്റ്റഡ് ബൈ അസ് വി ഹോൾഡ് ദ ക്ലോസ് 2D ഓഫ് ദി ആർട്ടിക്കിൾ 323A ആൻഡ് ക്ലോസ് 3D ഓഫ് ദി ആർട്ടിക്കിൾ 323B ടു എക്സ്റ്റെൻഡ് ദ എക്സ്ക്ലൂഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്സ് ആൻഡ് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾസ് 226 ആൻഡ് 227 എന്ന് തുടങ്ങിയിട്ട് വളരെ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം ഒരു ട്രൈബ്യൂണലിൻ്റെ വിധിയിലും ഉണ്ടായിരിക്കുന്നതല്ല. എന്ന് വെച്ചാൽ ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനുമൊക്കെ ഏത് ട്രൈബ്യൂണൽ കൊണ്ടുവരുന്ന വിധിയെയും റിവ്യൂ ചെയ്യാനും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി പരിശോധിക്കാനുമുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് സുപ്രീം കോടതിയുടെ 7 അംഗ ഫുൾ ബെഞ്ച് 1995 ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ വളരെ ഉറപ്പോടെ, കരുത്തോടെ, വ്യക്തതയോടെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഞാനിത് പറഞ്ഞത് ബോധപൂർവം ഇത് പ്രചരിപ്പിക്കുന്നവരോടല്ല. അങ്ങനെ ഒരു അധികാരം, ഏതെങ്കിലും തരത്തിലുള്ള അധികാരം വഖഫ് ട്രിബ്യൂണലിന് മാത്രമായി സവിശേഷമായി
അതിൻ്റെ മുകളിലേക്കില്ലാത്ത വണ്ണം അവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് പറയുന്ന പ്രചാരവേല 100% തെറ്റാണ്. അത് ഏത് ട്രൈബ്യൂണലാവട്ടെ, ആ ട്രൈബ്യൂണലിൻ്റെ വിധിയെ അപ്പീലായി ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും പോകാനുള്ള സവിശേഷമായ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമെൻമെൻറ്റ് വന്നതോടുകൂടിയാണ് ഇനി അത് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ട്രൈബ്യൂണൽ ഇതുവരെ പ്രകടിപ്പിച്ചിരുന്ന ഏത് വസ്തുവും ഏറ്റെടുക്കാം, ആരുടെയും ഞങ്ങൾ സ്വന്തമാക്കും, ഞങ്ങളെടുക്കുന്ന തീരുമാനം അന്തിമമാണ്, അതിന് മുകളിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല, ട്രൈബ്യൂണൽ പറഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി പറഞ്ഞതിന് തുല്യമാണ്, ഇതൊക്കെ ഭരണഘടനയിലുള്ളതാണോ, ഇതൊക്കെ അനാവശ്യമായി ഒന്നുമില്ല. അത് വളരെ കൃത്യമായി 1995 വഖഫ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് CN അഹമ്മദി ചീഫ് ജസ്റ്റിസായിട്ടുള്ള ഭരണഘടനാ ബെഞ്ച്, KT തോമസ് സാർ അടക്കമുള്ളവരുള്ള ബെഞ്ച് കൃത്യമായി വിധിച്ചിട്ടുള്ളതാണ്. അതാണ് വാസ്തവം, അതാണ് സത്യം, അതുമാത്രമാണ് സത്യം.